ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ടെൻഷൻ വേണ്ട കേട്ടോ. ഇൻസ്റ്റൻ്റായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ദോശയുടെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കി തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും ചാനൽ സബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയിപ്പോൾ അതിലേക്കായിട്ട് ഒരു മിക്സി ജാർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ചെറിയ തക്കാളി മിക്സി ജാറിലേക്ക് ചേർത്തിട്ട് വീണ്ടും അതിലേക്ക് 4 അല്ലി ചെറിയുള്ളിയും 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 2 വറ്റൽമുളകും 1 ടേബിൾ സ്പൂൺ കുമിൻ സീഡും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചതിന് ശേഷം വീണ്ടും അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവും 1/2 കപ്പ് റവയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒരു ദോശ ബാറ്റർ റെഡിയാക്കിയെടുക്കണം. നമ്മുടെ സാധാരണ അരിദോശയുടെ കൺസിസ്റ്റൻസിയിലുള്ള ദോശ ബാറ്ററാണ് ഇതിനായിട്ട് വേണ്ടത്. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത ദോശ ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചെറിയ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പൊന്നും എവിടെയും കട്ട കെട്ടാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ചൂടായ ദോശത്തവിയിലേക്ക് 1 തവി മാവ് ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് സാധാരണ അരി ദോശ ചുട്ടെടുക്കുന്ന രീതിയിൽ ചുട്ടെടുക്കാം കേട്ടോ. ദോശയുടെ മുകളിലായിട്ട് നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് തിരിച്ചിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സാധാരണ ദോശ പോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്, അതുപോലെ തന്നെ ക്രിസ്പിയാണ്. നമുക്ക് മാവൊന്നും ഇല്ലാത്ത, അതായത് ഇഡ്ലിക്കോ ദോശയ്ക്കോ അരച്ച മാവൊന്നും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതും ക്രിസ്പി ആയിട്ടുള്ളതായ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ.